ഹായ്, വെൽക്കം യു ഓൾ ടു ഇംഗ്ലീഷ് കൗൺസിൽ. നമ്മൾ മനോഹരമായിട്ട് കുറേ ക്ലാസ്സുകൾ പഠിച്ചു അല്ലേ? വളരെ ഡെപ്തോടെ പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഡെപ്തോടെ തന്നെ പഠിച്ചുകൊണ്ട് എന്തുകൊണ്ട്, എന്തിന്, എങ്ങനെ എന്ന കാരണങ്ങൾ വരെ അറിഞ്ഞ് അടിസ്ഥാനപരമായിട്ട് കുറേ ക്ലാസ്സുകൾ നമ്മൾ ഇത്രയും ദിവസം കൊണ്ട് നമ്മൾ പഠിച്ചു. അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ആദ്യം തുടങ്ങിയ ചില വെർബുകൾ തൊട്ട് ഓരോ സെന്റൻസ് നിർമ്മിക്കുന്ന ഭാഗം തൊട്ട് ഒരു പോസിറ്റീവും നെഗറ്റീവ് സെന്റൻസും വരെ നമ്മൾ എത്തി നിൽക്കുകയാണല്ലേ. പോസിറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ ഒരു കാര്യം പറയുന്നതും, നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു നിഷേധിക്കുന്ന ഒരു കാര്യം പറയുന്നതുമാണ്. ഇനി നമ്മളിന്ന് ചോദ്യമാണ് നിർമ്മിക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഫോർമാറ്റും കൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങൾ, കുറെ സാഹചര്യങ്ങൾ പഠിക്കാം ഇതോടൊക്കെ. കാരണം ഒരു കാര്യം പറയുമ്പം ഒരേ രീതിയിൽ നമുക്ക് ഒരു കാര്യം പറയാം, അതിന്റെ തന്നെ നിഷേധം ഉണ്ടാകും, അതിന് തന്നെ ഒരു ചോദ്യം ഉണ്ടാകും. അതുകൊണ്ട് ഈ 3 ഫോംസും പഠിച്ചിട്ടാണ് നമ്മൾ സാഹചര്യങ്ങളിലേക്ക് കൂടുതൽ നമുക്ക് പോകാൻ പറ്റുന്നത് അല്ലേ. അപ്പം പ്രസന്റിലുള്ള വർത്തമാന കാലത്തിൽ നമ്മൾ ഡെയിലി സംസാരിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ളതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അതിനകത്ത് നിത്യജീവിതത്തിൽ എന്നും ചെയ്യുന്ന നമ്മുടെ ശീലങ്ങളെ പറ്റി ഉള്ള എക്സാമ്പിൾസ് അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ നമ്മൾ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നത്. ഇന്ന് അതിൻ്റെ തന്നെ നമുക്ക് ചോദ്യവും കൂടെ നിർമ്മിക്കാം. ഓക്കെ, ഇപ്പൊ ചോദ്യം രണ്ടിന്റെയും ചോദ്യങ്ങളുണ്ട്. പോസിറ്റീവ് സെന്റൻസിന്റെ ചോദ്യമുണ്ട്, നെഗറ്റീവ് സെന്റൻസിന്റെ ചോദ്യമുണ്ട്. ഇപ്പൊ നമ്മൾ പോസിറ്റീവ് സെന്റൻസിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടാക്കുന്നത് മാത്രമാണ് നോക്കുന്നത്, അതും ഡസ് ചേർത്തിട്ട്. നമുക്ക് ഒരു ഡസ് ചേർത്തും ചോദ്യം ഉണ്ടാക്കാം, ഡു ചേർത്തും ചോദ്യം ഉണ്ടാക്കാം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത് ഡസ് ചേർത്ത് ചോദ്യം ഉണ്ടാക്കുന്ന രീതിയാണ്. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പോസിറ്റീവ് സെന്റൻസിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ ആദ്യമായിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം അവന് ബിരിയാണി ഇഷ്ടമാണ് എന്ന് പറഞ്ഞൊരു സെന്റൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, കാരണം നമ്മൾ ഡസിന്റെ എക്സാമ്പിൾസ് ആണല്ലോ നോക്കുന്നത്. ഡസ് ചേർത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സർവ്വനാമങ്ങൾ അല്ലെങ്കിൽ പ്രൊനൗണുകളാണ് ഹി, ഷീ, ഇറ്റ് ഒക്കെ. അല്ലെങ്കിൽ ഒരാളുടെ സിംഗുലർ പേരായിരിക്കണം. ഇപ്പൊ രാം, അലക്സ് എന്നൊക്കെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഇക്ബാൽ എന്നൊക്കെ പറഞ്ഞ പോലെ. അല്ലെങ്കിൽ നമുക്ക് ഇത് ചൈൽഡ്, ഇത് കുട്ടി, അല്ലെങ്കിൽ ആൺകുട്ടി, ബോയ്, ഗേൾ, മാൻ, അങ്ങനെ ഒരാൾ മാത്രമുള്ള ഒരു കോമൺ അങ്ങനത്തെ ഒരു നൗണും ആയിരിക്കാം അല്ലെ. അല്ലെങ്കിൽ ഒരു പേരോ, എന്തെങ്കിലും കോഫി, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഹൈദരാബാദ്, അങ്ങനത്തെ ഒരു സിംഗിൾ ഒരു സ്ഥലത്തിന്റെ പേരുമായിരിക്കും ഇതിൻ്റെ കൂടെ ഒക്കെ ഡസ് ചേർക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാരണം ഡസും കൊണ്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതാണ് നോക്കുന്നത്, ഡൂം കൊണ്ട് നാളെയാണ് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഇപ്പം ക്ലിയർ അല്ലേ? അപ്പൊ ഫസ്റ്റ് സെന്റൻസ് ആണ് നമുക്കിപ്പം അവന് ബിരിയാണി ഇഷ്ടമാണ്. അവന് ബിരിയാണി ഇഷ്ടമാണ് നമുക്ക് പറയണം, ഒരാളോട് പറയണം അവന് ഇഷ്ടമുള്ളത് ബിരിയാണിയാണ്, അല്ലെങ്കിൽ അവന് ബിരിയാണി ഇഷ്ടമാണെന്ന് നമുക്കത് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം നമ്മളത് നോർമലി എഴുതുന്നത് നമുക്കറിയാം, നമ്മളത് ഹി ലൈക്സ് ബിരിയാണി എന്നാണ് അല്ലെ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹി വരുമ്പോൾ എപ്പോഴും അവൻ എന്നൊക്കെ വരുമ്പോൾ നമ്മൾ വെർബിന്റെ സിംഗുലർ ഫോം ആണ് ഉപയോഗിക്കുന്നത്, ലൈക്സ് ആണ് ഉപയോഗിക്കുന്നത്. ഹി, ഷീറ്റിനോടൊപ്പം ഒക്കെ എസ് ഫോം ആയിരിക്കും വരുന്നത്. നോർമൽ സെൻസ് ഒക്കെ നമുക്കറിയാം. അപ്പൊ ഹി ലൈക്സ് ബിരിയാണി എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഇതിനൊരു ചോദ്യം നിർമ്മിക്കണം. എന്താണ്? അവന് ബിരിയാണി ഇഷ്ടമാണോ എന്ന് ചോദിക്കണം. ഓക്കെ, അവന് ബിരിയാണി ഇഷ്ടമാണോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ഇത് നിർമ്മിക്കേണ്ടത്. അവന് ബിരിയാണി ഇഷ്ടമാണോ എന്ന്. അത് നമുക്ക് വളരെ സിമ്പിൾ ആണ്. 2 കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്ന്, ഈ ഹി ലൈക്സ് ബിരിയാണി എന്ന് പറഞ്ഞ ഈ സെന്റൻസ് ചോദ്യമാക്കുമ്പോൾ അവൻ എന്നുള്ള ഈ ഹീയുടെ മുമ്പിലായിട്ട് ഒരു ഡസ് ചേർക്കണം. ഓക്കെ, ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ സിംഗുലർ നൗൺ ഒക്കെ വരുമ്പോൾ അതിന് മുമ്പിലായിട്ട് ഒരു ഡസ് ചേർക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഡസ് ചേർത്തു. ഹി ലൈക്സ് ബിരിയാണിക്കകത്ത് ഇവിടെ ഹീയുടെ മുമ്പിലായിട്ട് ഡസ് ചേർത്തു. അപ്പൊ ഡസ് ഹി എന്നായി. അപ്പം ഇനി അടുത്തത് ആ ലൈക്സ്. ഇവിടെ നമ്മൾ സിംഗുലർ നൗണല്ല ഉപയോഗിക്കുക. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യനിൽ നമ്മൾ നെഗറ്റീവ് സെന്റൻസ് പഠിച്ച പോലെ ചോദ്യം അത് ഏതാണെങ്കിലും അത് ഏത് സബ്ജക്റ്റിനോടൊപ്പം ചേർത്താലും ചോദ്യത്തിലും നെഗറ്റീവ് സെന്റൻസുകളിലും സിംഗുലർ ആയ വെർബ് ഇല്ല. ലൈക്സ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗുലർ വെർബാണല്ലോ. നമ്മൾ ഏതിനോടൊപ്പം ചേർത്താലും പ്ലൂറൽ വെർബ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. പ്ലൂറൽ മെയിൻ വെർബിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഈ മെയിൻ വെർബ് നമ്മൾ എപ്പോഴും മെയിൻ ആയിട്ടുള്ള കാര്യം പറയുന്ന ക്രിയ എപ്പോഴും പ്ലൂറൽ ആയിരിക്കും, ഒരിക്കലും സിംഗുലർ വരത്തില്ല ചോദ്യത്തിലും നെഗറ്റീവ് സെന്റൻസിലും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലൈക്സ് എന്നുള്ള സിംഗുലർ നൗൺ പ്ലൂറൽ ആയ ലൈക്ക് ആയിട്ട് മാറ്റി. ഈ മാറ്റം എപ്പോഴും വരുത്തണം ഒരു ചോദ്യം ചോദിക്കുമ്പോൾ. അപ്പം ഡസ് ആഡ് ചെയ്തു, പ്ലൂറൽ മെയിൻ വെർബ് സിംഗുലർ മെയിൻ വെർബ് പ്ലൂറൽ ആക്കി മാറ്റി. ഓക്കെ, അപ്പൊ ഹി ലൈക്സ് ബിരിയാണി എന്നുള്ള സെന്റൻസ് ഡസ് ഹി ലൈക്ക് ബിരിയാണി എന്നായിട്ട് മാറി. സോ ഇതാണ് നമ്മുടെ ഒരു വലിയൊരു വ്യത്യാസം. ഓക്കെ, 2 വ്യത്യാസങ്ങൾ. മെയിൻ വെർബ് മാറ്റുക, ഡസ് ചേർക്കുക. സിമ്പിൾ അല്ലേ? അടുത്ത സെന്റൻസ് നോക്കിയാലോ. അവൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു. അപ്പം അത് അവളെ പറ്റി ഒരു കാര്യം നമ്മൾ പറയണം. അവൾ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു നമ്മൾ പറയുവാണ്. നമ്മുടെ ഡിക്ലറേഷൻ ആണ്, നമ്മൾ പറയുവാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയും ഷീ. അവൾ എന്ന് പറഞ്ഞാൽ ഷീ
വർക്ക് ചെയ്യുന്നു. അപ്പൊ എന്താണ്? വർക്ക്സ്. ബാങ്കിൽ, ഇൻ ബാങ്ക്, ഇൻ ബാങ്ക്. അപ്പൊ ഷീ വർക്ക്സ് ഇൻ ബാങ്ക് എന്നാണ് നമ്മൾ എഴുതുന്നത് അല്ലെ. ഷീ വർക്ക്സ് ഇൻ ബാങ്ക് ആണത്. ഇനി നമ്മളൊരു ചോദ്യം, ഇത് എന്ത് ചോദ്യമാണ് നമ്മൾ മലയാളത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത്? അവൾ ബാങ്കിലാണോ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവൾ ബാങ്കിലാണോ ജോലി ചെയ്യുന്നത്? അത് ചോദ്യമാണല്ലോ. അപ്പം അവൾ ബാങ്കിലാണോ വർക്ക് ചെയ്യുന്നതാണ് നമ്മുടെ ചോദ്യം, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഇംഗ്ലീഷ് എങ്ങനെ എഴുതും? ഒന്നുമില്ല, ഇച്ചിരി മുമ്പ് പറഞ്ഞ ട്രിക്ക് തന്നെ. ഷീ ആണ്, അതിന് മുമ്പ് ഡസ് ചേർക്കുക, അപ്പൊ ഡസ് ഷീന്നായി. പിന്നെ വർക്ക്സ് എന്ന് പറഞ്ഞത് നമുക്കിവിടെ സിംഗുലർ ആയിട്ടുള്ള നൗണാണ്, എസ് ഫോം ആണ്. എസ് ഫോം ഉപയോഗിക്കാൻ പാടില്ല, പ്ലൂറൽ, എസ് ഇല്ലാത്ത പ്ലൂറൽ ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ വർക്ക്സ് എന്നുള്ള വാക്ക് വർക്കായിട്ട് മാറ്റുക. ഓക്കെ, മെയിൻ വർബ് മാറ്റുക, പ്ലൂറൽ ആയിട്ട് എപ്പോഴും മാറ്റുക. ചോദ്യമാണല്ലോ, നെഗറ്റീവ് ആണെങ്കിൽ ഇത് തന്നെയാണ് കേട്ടോ. അപ്പം ഷീ വർക്ക്സ് ഇൻ ബാങ്ക് എന്നുള്ളത് ഡസ് ഷീ വർക്ക് ഇൻ ബാങ്ക് എന്ന് ആയി മാറി. കൂൾ. മൂന്നാമത്തെ സെന്റൻസ്, അതിന് 4 കാലുണ്ട്. അതെന്ന് പറഞ്ഞൊരു പട്ടിയോ പൂച്ചയോ എന്തോ ആയിക്കോട്ടെ, സംതിങ് വി ആർ റെഫറിംഗ് ടു പെറ്റ് ഓർ സംതിങ്. ഓക്കെ, അപ്പൊ അതിന് 4 കാലുണ്ട്. അപ്പൊ ഇറ്റ് ഹാസ് 4 legs എന്നാണ്. ഇറ്റ് ഹാസ് 4 legs. കാരണം ഹാസ് എന്ന് പറഞ്ഞത് എപ്പോഴും ഇതൊക്കെ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഷീയുടെ കൂടെയാണെങ്കിൽ ഹീയുടെ കൂടെയാണെങ്കിൽ സിംഗുലർ ഹാസ് വേണം ഉപയോഗിക്കാൻ. അപ്പം ഹാസ് സിംഗുലറും ഹാവ് പ്ലൂറലുമാണ്. ഓക്കെ, എപ്പോഴും ഓർക്കുക, നമ്മളൊരു മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ഹാസ് ഉണ്ടെന്നാണ് ഈ 2 വാക്കും പറയുന്നത്. ഹാസ് എന്ന് പറഞ്ഞാലും ഉണ്ട്, ഹാവ് എന്ന് പറഞ്ഞാലും ഉണ്ടെന്നാണ്. പക്ഷെ ഹാസ് സിംഗുലർ ആണ്, ഹാവ് പ്ലൂറൽ ആണ്. അപ്പം ഇവിടെ നമുക്ക് നോർമൽ പോസിറ്റീവ് ഫോം ആയതുകൊണ്ട് ഇതിനൊക്കെ നമുക്ക് റൂൾ ഉള്ളത് കൊണ്ട് ഇറ്റ് ഹാസ് 4 legs എന്നാണ് നമ്മൾ പറയേണ്ടത്. അതിന് 4 കാലുണ്ട്, അല്ലെങ്കിൽ ഇതിന് 4 ഇവിടെ ഇതിനെന്നാണെങ്കിൽ പോലും സെയിം വാക്ക് ഇറ്റ് തന്നെയാണ്. അപ്പൊ ഇറ്റ് ഹാസ് 4 legs, ഇതിന് 4 കാലുണ്ട്, ഇറ്റ് ഹാസ് 4 legs എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പം നമുക്ക് ഇതിന് ചോദ്യം നിർമ്മിച്ചാലോ? ഇതിന് 4 കാലുണ്ടോ? ഇതാണ് നമ്മുടെ ചോദ്യം അല്ലെ. ഇതിന്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതിന് 4 കാലുണ്ടോ എന്നാണ്. അപ്പൊ എന്താകും? ഇറ്റ് ഹാസ് 4 legs എന്നുള്ളത് ഡസ് ഇറ്റ്, ഡസ് ചേർക്കുക, ഇതിന് മുമ്പ് ഡസ് ചേർത്തു, നോർമൽ വെർബ് തന്നെ. ഇനി ഈ മെയിൻ വെർബ് സിംഗുലർ ആയിട്ടുള്ള മെയിൻ വെർബ് പ്ലൂറൽ ആയിട്ട് മാറ്റുക. ഹാസിന്റെ പ്ലൂറൽ ആണ് ഹാവ്, അതുകൊണ്ട് ഹാവ് വന്നു. സോ ഡസ് ഇറ്റ് ഹാവ് 4 legs എന്നാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത സെന്റൻസ്, അർജുൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അപ്പം അതെങ്ങനെ പറയും? അർജുൻ സ്പീക്സ് ഇംഗ്ലീഷ്. അർജുൻ സ്പീക്സ് ഇംഗ്ലീഷ് എന്നാണ്. നമ്മൾ അതിന്റെ ഒരു ചോദ്യം ഉണ്ടാക്കുകയാണെങ്കിലോ, അർജുൻ ഇംഗ്ലീഷ് സംസാരിക്കുമോ? അർജുൻ ഇംഗ്ലീഷ് സംസാരിക്കുമോ എന്നാണ് അതിന്റെ ചോദ്യം അല്ലെ. അപ്പൊ അതെങ്ങനെയാക്കും? മുമ്പേ പറഞ്ഞ പോലെ തന്നെ അതിന് മുമ്പ് 2 ഡസ് ചേർക്കുക, സ്പീക്സ് എന്നുള്ളത് സിംഗുലർ വെർബാണ്, അത് പ്ലൂറൽ ആക്കുക, സ്പീക്ക് ആക്കുക. അപ്പൊ ഡസ് അർജുൻ സ്പീക്ക് ഇംഗ്ലീഷ്? ഇത്ര സിമ്പിൾ ആണ് നമുക്കൊരു ചോദ്യം നിർമ്മിക്കാൻ, വളരെ സിമ്പിൾ ആണ് ഒരു ചോദ്യം നിർമ്മിക്കാൻ. ഈ 2 മാറ്റങ്ങൾ മാത്രം മതി. മെയിൻ വെർബ് അത് സിംഗുലർ ആണെങ്കിൽ, ഇപ്പൊ ചില സമയം ഇപ്പൊ നമ്മൾ ഐയോ വിയോ ഹി അടുത്ത ക്ലാസ്സിൽ നമ്മളത് പഠിക്കും. ഐ വി ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, ദേ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മുടെ പോസിറ്റീവ് സെന്റൻസിൽ, സാധാരണ സെന്റൻസിലെ ഈ ഒരു വെർബ് എന്ന് പറയുന്ന പ്ലൂറൽ തന്നെ ആയിരിക്കും. അപ്പൊ അവിടെ വ്യത്യാസം ഒന്നും വരുത്തണ്ട. പക്ഷെ സിംഗുലർ സബ്ജക്റ്റുകൾ, ഹി ഷീ ഇറ്റ്, ഇങ്ങനെ സിംഗുലർ ആയിട്ടുള്ള ഏകവചനമായിട്ടുള്ള സബ്ജക്റ്റുകളാണെങ്കിൽ കൂടെ വരുന്ന വെർബ് സിംഗുലർ ആയിരിക്കും എപ്പോഴും. അപ്പം ലൈക്സ് ഇങ്ങനെ എസ് കൂട്ടിയുള്ളതായിരിക്കും. അങ്ങനെ വരുമ്പോൾ മാത്രം നിങ്ങളൊന്ന് കൺവേർട്ട് ചെയ്യുന്ന കാര്യം ചിന്തിച്ചാൽ മതി. അതായത് ഇപ്പൊ ഐയോ വിയോ ഒക്കെ ആണെങ്കിൽ ഓൾറെഡി ഇവിടെ ലൈക്ക് തന്നെ ആയിരിക്കും, ഇവിടെ മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ ജസ്റ്റ് ഡസിന് വരെ ഡു ചേർക്കുന്നത്, അതാണ് നമ്മൾ ചെയ്യുന്നത്. അടുത്ത ക്ലാസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഓരോ ക്ലാസ്സും വളരെ ഡെപ്ത് ആയിട്ട് എല്ലാ കാര്യങ്ങളും പഠിച്ച് ഡെപ്ത് ആയിട്ടാണ് പോകുന്നത്. ഒരു കറക്റ്റ് കണ്ടിന്യൂവേഷൻ ഉണ്ട് നമ്മുടെ എല്ലാ ക്ലാസ്സുകളിലും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങളിത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം, പഠിക്കണം, പറ്റണം. കാരണം നമ്മളെ കൊണ്ട് പറ്റും. നമ്മൾ ആ ഒരു വിശ്വാസം നമുക്ക് എന്നും വേണം. എന്നെ കൊണ്ട് പറ്റും, നമ്മളെ കൊണ്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം. കാരണം നമ്മളെ കൊണ്ട് പറ്റില്ല, സാധിക്കില്ല, മടുപ്പാണ്, അല്ലെങ്കിൽ ബോറടിക്കുന്നു, നിർത്താൻ വളരെ എളുപ്പമാണല്ലോ. പ്രത്യേകിച്ച് ഹാർഡ് വർക്കോ പ്രത്യേകിച്ച് ഒന്നും വേണ്ട. അത് എല്ലാവരെ കൊണ്ടും പറ്റും. പക്ഷെ പഠിക്കുന്നത്, ഇൻട്രസ്റ്റോടെ പഠിക്കുന്നത്, അത് നമ്മുടെ മൈൻഡ് സെറ്റ് ആണ്, നമ്മുടെ താല്പര്യം മാത്രമാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുള്ളവര് ഇത് പഠിക്കും. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു വില പുറത്ത് മാറും. അതേസമയത്ത് നിങ്ങൾ മടിയാണ്, കാരണങ്ങൾ, ഒരു കാര്യം ഒഴിവാക്കണമെങ്കിൽ നമുക്ക് കാരണങ്ങൾ പലതാണ് അല്ലെ. ഇഷ്ടം പോലെ കാരണങ്ങൾ ഉണ്ടാക്കുക. നമ്മളിത് പഠിത്തത്തിൽ നിന്ന് നമ്മൾ മാറാനാണെങ്കിൽ നമുക്കത് ഇഷ്ടം പോലെ കാരണം സ്റ്റഡീസ് എന്ന് പറയുന്നത് എപ്പോഴും ചിലർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, പക്ഷെ എല്ലാവർക്കും അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല. ചിലർക്ക് മടുപ്പായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ ജോലി കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്, നിങ്ങൾ ഒരു ബുദ്ധിമുട്ട് നേരിടാം. ബട്ട് ഓൾവേസ് റിമെമ്പർ, നിങ്ങൾ ചെയ്യുന്നത് ഇറ്റ്സ് ഫോർ യുവർ ഫ്യൂച്ചർ. നിങ്ങൾ ഏത് പ്രായത്തിലാണെങ്കിലും അടുത്ത ദിവസം നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് സംസാരിക്കാമല്ലോ. ഈ കാര്യം എപ്പോഴും നിങ്ങളുടെ മൈൻഡിൽ വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ബാക്കി കുറച്ച് എക്സാമ്പിൾ കൂടെ നോക്കാം. കാരണം ഇങ്ങനെ എല്ലാ ടൈപ്പ്
സബ്ജക്റ്റുകളും ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് കഴിഞ്ഞാൽ ഇതിന്റെ കൂടെ ഇങ്ങനെയാണോ ചേർക്കേണ്ടത് സംശയം പാടില്ല. അതുകൊണ്ട് മാക്സിമം ഡിഫറെന്റ് ആയിട്ട് വരുന്ന എല്ലാ സബ്ജക്റ്റുകളും കൊടുക്കുന്നുണ്ട്. അപ്പം ഹി അവൻ എന്നായിരുന്നു, ഷീ അവൾ എന്നായിരുന്നു, ഇറ്റെന്ന് പറഞ്ഞാൽ അതിന് അല്ലെങ്കിൽ ഇത് അങ്ങനത്തെ എന്തെങ്കിലും ആയിരുന്നു. അതുപോലെ തന്നെ അർജുൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗുലർ ആയിട്ട് നാമമായിരുന്നു, അതിലൂടെ ഡസ് ആണ്. അപ്പൊ ഡസ് ചേരുന്ന ഇനി കുറച്ച് 3 വാക്കുകളും കൂടെ നമ്മൾ ചേർത്താലും നമുക്കൊരു കംപ്ലീഷൻ ആകത്തുള്ളൂ. അതുകൂടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ 5ാമത്തെ സെന്റൻസ്, ആൺകുട്ടിക്ക് മിഠായി ഇഷ്ടമാണ്. ആൺകുട്ടിക്ക് മിഠായി ഇഷ്ടമാണ്. ആൺകുട്ടിക്ക് ഇപ്പൊ മലയാളത്തിൽ പറയുമ്പോൾ കുറച്ച് ഇതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ദ ബോയ് ലൈക്സ് ചോക്ലേറ്റ് നമ്മൾ നോർമലി പറയുന്നതാണ്. ഓക്കെ, അപ്പം ഏതെങ്കിലും ഒരു ആൺകുട്ടിയാകാം. ഇപ്പം ഒരു ആൺകുട്ടിയാണെങ്കിൽ അവന് അങ്ങനെ പറയുന്ന രീതിയാണിത്. ഓക്കെ, മലയാളത്തിൽ നമ്മൾ അങ്ങനെ പറയാറില്ലെങ്കിലും മലയാളത്തിൽ നമ്മൾ കൂടുതലും അവന് മിഠായി ഇഷ്ടമാണെന്നൊക്കെ നമ്മൾ പറയുള്ളൂ. ഇങ്ങനെ പറയുകയാണെങ്കിൽ ജസ്റ്റ് ഈ ഒരു സബ്ജക്റ്റ് ആയിട്ട് ചേർക്കുന്ന കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പം നമ്മൾ ഈ ഒരു സെന്റൻസുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പൊ ദ ബോയ് ലൈക്സ് ചോക്ലേറ്റ് ആണ്. ബോയ് ലൈക്സ് ചോക്ലേറ്റ്, ഒരാളെ ഉള്ളൂ, അതുകൊണ്ടാണ് ലൈക്സ് വന്നിരിക്കുന്നത്. പക്ഷെ ചോദ്യം നിർമ്മിക്കുമ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബോയുടെ മുമ്പിലായിട്ട് ഡസ് വരും. അതുപോലെ തന്നെ ലൈക്സ് എന്നുള്ള ഈ സിംഗുലർ വെർബ് പ്ലൂറലായിട്ട് മാറ്റുക, ലൈക്ക് ആയിട്ട് മാറ്റുക. സോ അത്രേ ഉള്ളൂ. അടുത്ത സെന്റൻസ്, കുട്ടി സ്കൂളിൽ പോകുന്നതാണ്. കുട്ടി സ്കൂളിൽ പോകുന്നു. ഓക്കെ, അപ്പം ഇതാണെങ്കിൽ പോലും ദ ചൈൽഡ് ഗോസ് ടു സ്കൂൾ. ഓക്കെ, കുട്ടി എന്ന് പറയുമ്പോൾ ദ ചൈൽഡ് സ്കൂൾ പോകുന്നു. അപ്പം ഗോസ് ടു എന്നാണ്. അപ്പം ഇതിന്റെ ഒരു ചോദ്യം നമ്മൾ എങ്ങനെ നിർമ്മിക്കും? അപ്പം കുട്ടി സ്കൂളിൽ പോകുന്നുണ്ടോ എന്നായിട്ട് മാറും. കുട്ടി സ്കൂളിൽ പോകുന്നുണ്ടോ അതാണ് ചോദ്യം. അപ്പം ഡസ് മുമ്പിൽ വരും, ഡസ് ചൈൽഡ്, ഗോസ് എന്നുള്ള സിംഗുലർ വെർബ് ഗോ ആയിട്ട് മാറും, പ്ലൂറലായിട്ട് മാറും. അത്രേ. കോഫി ബ്രസീലിൽ വളരുന്നു. അപ്പം കോഫി ഗ്രോസ് ഇൻ ബ്രസീൽ എന്നാണ്. അപ്പം കോഫി ബ്രസീലിൽ വളരുമോ എന്നാണ് നമ്മുടെ ചോദ്യം. അതെങ്ങനെയാണ്? ഒന്നുമില്ല, ഡസ് മുമ്പിൽ ചേർക്കുന്നു, ഡസ് കോഫി ഗ്രോസ് എന്നുള്ള വാക്ക് ഗ്രോ ആയിട്ട് മാറുന്നു ഇൻ ബ്രസീൽ. ഓക്കെ, അപ്പം ഇത്രയും ഈ 7 സെന്റൻസുകൾ നോക്കിയപ്പോഴത്തേക്കും നമ്മൾ ക്ലിയർ ആയി എന്താണ് ഒരു സെന്റൻസ് ഫോർമേഷൻ, ഒരു ചോദ്യം എങ്ങനെ നിർമ്മിക്കാം, ഒരു പോസിറ്റീവ് സെന്റൻസിന്റെ ഡസ് ചേർത്തുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ട്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡു ആയിട്ട് എല്ലാ ചോദ്യങ്ങളും, ഡു ഉപയോഗിച്ചുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ വളരെ ക്ലിയർ ആയിട്ട്, ഡെപ്ത് ആയിട്ട്, പതുക്കെ സ്ലോ ആയിട്ട് നോക്കും. ഓക്കെ, അപ്പം നമ്മുടെ ഓരോ ക്ലാസ്സുകളിലും നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു പോകുന്നത് കൊണ്ട് നമുക്ക് കുറെ സമയം കൊണ്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. ഈ ഒരു രീതിയിൽ ആര് ഇംഗ്ലീഷ് പഠിച്ചാലും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും. ഓക്കെ, അപ്പം ഈ ഒരു പഠനം എന്ന് പറഞ്ഞത് ഇല്ലാതാകുമ്പോഴാണ് നമുക്കത് പറ്റാത്തത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു ഫുഡ് ഓർഡർ ചെയ്യണ പോലെ അല്ല, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് കാര്യം പേടിക്കുന്ന പോലല്ല. ഇറ്റ്സ് എ സ്റ്റഡിങ് പ്രോസസ്. പതുക്കെ ഓരോ ദിവസം കുറച്ച് കാര്യങ്ങൾ പഠിച്ച് മടുപ്പും തോന്നാതെ പതുക്കെ നമ്മളത് യൂസ് ചെയ്ത് ഒക്കെ നമ്മളിത് പഠിക്കും, നല്ലപോലെ ഇംഗ്ലീഷ് പഠിക്കും. ഓക്കെ, അപ്പൊ 5 മാസം നിങ്ങൾ ഈ ഒരു കോഴ്സ് ഇപ്പൊ നമ്മൾ ആക്ച്വലി നമ്മൾ 3rd മന്തിലേക്ക് നമ്മൾ കടക്കുവാണ് അല്ലെ. നമ്മുടെ കോഴ്സിന്റെ അടുത്ത പുതിയൊരു ഇതിലേക്ക് നമ്മൾ കിടക്കുവാണ്. അപ്പം ഇങ്ങനെ ഓരോ ദിവസം നമ്മൾ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ ദിവസവും പഠിക്കുക. മടുപ്പ് എന്ന് പറഞ്ഞൊരു കാര്യം തോന്നാതിരിക്കുക. കാരണം 2 ലക്ഷ്യങ്ങളെ നമ്മുടെ മുമ്പിലുള്ളൂ. വിജയിക്കണോ വേണ്ടയോ അല്ലെ, തോക്കണം അല്ലെങ്കിൽ വിജയിക്കണ്ട എന്നുണ്ടെങ്കിൽ അത് വളരെ എളുപ്പമായിട്ട് പഠിക്കാതിരുന്നാൽ മതി. ജസ്റ്റ് ക്വിറ്റ്, ഇറ്റ്സ് വെരി ഈസി. പക്ഷെ ജസ്റ്റ് ടു കണ്ടിന്യൂ ടു പർസ്യൂ ഫ്യൂച്ചറിന് വേണ്ടിയാണ്. ഇംഗ്ലീഷ് ചെറിയൊരു ഭാഷയാണ്. കുറച്ച് നാൾ ഇതൊന്ന് ഈ പ്രോസസ്സിലൂടെ നിങ്ങൾ പോയി പഠിച്ച് എക്സാംസ് ഒക്കെ കറക്റ്റ് ആയിട്ട് എഴുതി. എക്സാം എല്ലാവരും എഴുതുന്നുണ്ട്, എന്നാലും അതിന്റെ ആൻസേഴ്സ് റിപ്ലൈ ഒക്കെ തരുന്ന ആൾക്കാർ എനിക്ക് കുറവാണ്. എല്ലാവരും തരുന്നില്ല. ആക്ച്വലി എക്സാം എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നില്ല, എക്സാം എല്ലാവരും എഴുതുന്നില്ല. അപ്പൊ അതൊരു വളരെ എക്സാം എഴുതുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളിപ്പോ എന്ത് പഠിച്ചാലും നമുക്ക് തന്നെയുള്ളൊരു പരീക്ഷണമാണ് നമ്മുടെ ഈ ഒരു പരീക്ഷ. അത് എഴുതി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങളത് തറവാകുള്ളൂ. നിങ്ങൾ എക്സാം എഴുതാത്തിടത്തോളം കാലം നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു നമ്മളത് ചെക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്കത് എഫക്റ്റീവായിട്ട് നമുക്ക് ഓർമ്മ നിൽക്കില്ല. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. നമ്മുടെ എക്സാം ഈസ് വെരി ഇമ്പോർട്ടന്റ്. മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യുക, പഠിക്കുക. ആൻഡ് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഐ ആം സ്ലിം സോമൻ, സൈനിങ് ഓഫ്. താങ്ക് യു.